ഈ സിനിമ 2Dയിൽ നിങ്ങൾ കാണുമായിരുന്ന സിനിമ 3Dയിലാക്കുന്നത് റേസ് 3D ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ആളും പ്രൊപ്പറേറ്ററും ഒക്കെയാണ് മിസ്റ്റർ രാജ്. താങ്ക് യു സോ മച്ച്. പടം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമ 3Dയിൽ ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ ഞങ്ങളോട് പറയുകയും അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ട് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. താങ്ക് യു സോ മച്ച് രാജ്. താങ്ക് യു. ലിസ്റ്റ് നമ്മുടെ പ്രൊഡ്യൂസർ അല്ല, ഞാൻ ഇവിടെയുള്ള ആൾക്കാരെ തീർത്തിട്ട് ഞങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും യോജിക്കുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു. ഒരു ഹിറ്റ് കോംബോ ആണത്രേ. ഞാൻ അതൊരിക്കലും എൻ്റെ തന്നെയല്ല, അത് ഹരിയുടെ ശബ്ദവും ഹരിയുടെ കഴിവുമാണ്. ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, ഹരി എൻ്റെ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഹരി. ഓൾ ദ ബെസ്റ്റ്. നീ ലാസ്റ്റ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിലുണ്ട്. അവൻ അഭിനയത്തിന്റെ തിരക്കിലാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഞാൻ ആയത് കാരണമുണ്ട് അവനെ ശല്യപ്പെടുത്തിയില്ല, അഭിനയിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പൊ വരെയും ഇതിന് കൂടെ നിൽക്കുകയും ഇതിന് പണം കൊടുക്കുകയും ചെയ്തിട്ടുള്ള മാജിക് ഫ്രെയിംസും നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റൻ സ്റ്റീഫനും, അദ്ദേഹത്തിന് ഇന്നിവിടെ വരാൻ സാധിച്ചില്ല. പക്ഷെ തീർച്ചയായിട്ടും ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ ചുമരാണ് ലിസ്റ്റൻ സ്റ്റീഫൻ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ടൊവിയുടെ ഒരു ഫാൻ ഇവിടെ ചെയ്തുകൊണ്ട് വന്നാണ്. ARM ചെയ്യാൻ 7 വർഷം വേണ്ടി വന്നു. ഇത് അവൻ ഒറ്റ രാത്രി കൊണ്ടിരുന്ന അത്രയും ഇതാണ്. സ്വർണ്ണ മോതിരം ആണെന്ന് വിചാരിക്കില്ല, പക്ഷെ അതിനെക്കാട്ടും വിലപതിച്ച ഒരു സ്ഥാനമാണ്. ടൊവിയുടെ പേര് ഹരികൃഷ്ണൻ എന്നാ പേര് ഇവിടെ ഉണ്ട് ചുറ്റും. താങ്ക് യു ഹരികൃഷ്ണൻ. എവിടെയാണ് ഒരു ക്ലാപ്പിടെ എടുക്കാം. ഹരികൃഷ്ണനാണോ? താങ്ക് യു ഹരികൃഷ്ണൻ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനത് എന്നും സൂക്ഷിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ലുലു മോളിന്റെ സിഗ്നേച്ചർ. അല്ല, ഞാൻ ഒരാളെ പറഞ്ഞില്ല, പ്രധാനപ്പെട്ട ആളെ പറഞ്ഞില്ല. ജിതിൻ. ഞങ്ങള് ഭൂതറ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ബാക്കിയുള്ള ഭരതിന്റെ സണ്ണിയുടെയും കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറി നിന്നിരുന്ന എൻ്റെ അടുത്ത് വന്ന് ഒരു സെൽഫി എടുത്ത് ഒരു തുടക്കം കുറിച്ച ആളാണ്. എൻ്റെ കൂടെ ആദ്യമായിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരിലൊരാൾ ഇവനായിരിക്കും. എന്നോട് കരുണ തോന്നി സെൽഫി എടുത്ത കൂട്ടുകാരിലൊരാളാണ്. താങ്ക് യു സോ മച്ച്. തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ മൊയ്തീനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഗോദയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൽക്കിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഗോദയുടെ സമയം മുതൽ ഗോദയുടെ 2017 ഗോദ റിലീസിന് ശേഷം, അല്ല റിലീസിന് മുമ്പാണ്, ഗോദ റിലീസിന് മുമ്പാണ് ഞങ്ങൾ ഈ സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമയുടെ പിറകിലാണ് ഞാൻ. അതിനിടയ്ക്ക് പല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പലതിൻ്റെയും ഭാഗമായിട്ടുണ്ട്. പക്ഷേ ജിതിൻ ഈ ഒരു സിനിമയുടെ പുറകിൽ മാത്രം നിൽക്കുകയും എന്നെയും മറ്റുള്ളവരെയും ഒക്കെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം ചിലവാക്കിയിട്ടുള്ളതാണ് ജിതിനും സുജിത്തേട്ടനും. അപ്പോൾ ജിതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ജിതിന് ഈ സിനിമയിൽ 8 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഈ സിനിമ എടുക്കാനുള്ള ജിതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത. ഞാൻ പലതവണ ജിതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഞങ്ങളുടെ അന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ, ഞങ്ങളുടെ അന്നത്തെ സാഹചര്യങ്ങളും വെച്ചിട്ട് എളുപ്പമല്ലായിരുന്നു ഇങ്ങനെ സിനിമ പുൾ ഓഫ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇത്രയും വലുതല്ലാത്ത ഒരു ചെറിയ സിനിമ നിനക്ക് ചെയ്തോടെ, നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സുഹൃത്തെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യല്ല, ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജിതിന് എല്ലാവിധ ആശംസകളും. ഈ സിനിമയിൽ ഒരു പുതുമുഖ സംവിധായകൻ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒരു വലിയ ക്രൂവിനെയും അത്രയും വലുതായിട്ടുള്ള ഒരു കാസ്റ്റിനെയും ഒരു കുടക്കീഴിൽ നിർത്തി ഒരേ മനസ്സായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജിതിനാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്,